ഹായ് ഓൾ, ആം പോപ്പി ഫ്രം തൃശ്ശൂർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഞാൻ എങ്ങനെയാണ് ബ്ലോ ബ്രഷ് യൂസ് ചെയ്തിട്ട് എൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്യുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ കണ്ടില്ലേ, ഞാനിതാ കുളിച്ച് അങ്ങനെ തന്നെ വന്നിരിക്കുകയാണ്. എൻ്റെ ഹെയർ ഞാൻ നല്ലൊരു മൈൽഡ് ഷാമ്പുവും ആൻഡ് കണ്ടീഷണറും യൂസ് ചെയ്തിട്ടാണ് ഹെയർ വാഷ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ബ്ലോ ബ്രഷ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ മുമ്പ് യൂസ് ചെയ്തിരിക്കുന്ന സ്ട്രെയിറ്റ്നറാണിത്. ഇത് സിസ്കേഡയാണ്. എൻ്റെ ഒരു ഫിലിപ്സിൻ്റെ സ്ട്രെയിറ്റ്നറും കൂടിയുണ്ട്. ബട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലോ ബ്രഷ് കിട്ടിയ കാരണം ഇറ്റ്സ് വെരി ഈസി ദ പേർപ്പസ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ഹെയർ ഇങ്ങനെ നമ്മൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് കോംബ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഞാൻ ആദ്യം എൻ്റെ ഹെയർ ഫുള്ളും ഇങ്ങനെ ചെട കളയുന്നുണ്ട്. സോ അതിനായിട്ട് ഞാൻ ഒരു വുഡൻ്റെ കോമ്പാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം അതാണ് ഞാൻ ആദ്യം യൂസ് ചെയ്യാറ്. പിന്നെ നനഞ്ഞ മുടി കോംബ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു പരിപാടിക്ക് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഇത് നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ദെൻ ഒരു പല്ലിന് ഗ്യാപ്പായിട്ടുള്ള കോമ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ചെട കളയുന്നുണ്ട്. അത് കുറച്ചും കൂടെ എളുപ്പമാക്കും കേട്ടോ. ആദ്യം നമ്മൾ വുഡൻ്റെ കോമ്പ് യൂസ് ചെയ്തിട്ട് പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ. ദെൻ നമ്മൾ ഹീറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്ട്രീക്സിൻ്റെ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ആണ്. നമ്മൾ എല്ലാ ഭാഗത്തേക്കും നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിനായിട്ട്. ദെൻ ഇതൊരു 250 ഡിഗ്രീസ് വരെ ഹീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് ടു മേക്ക്. അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സിൽക്കും ഷൈനി ആക്കുന്നുണ്ട്. ദെൻ ഞാൻ എൻ്റെ ഹെയർ ഇങ്ങനെ പാട്ടായിട്ട് തിരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് നമുക്കിങ്ങനെ ക്ലോക്ക് ക്ലിപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ച് സെക്യൂർ ചെയ്തിട്ട് പാട്ടായിട്ട് ചെയ്യാം. പക്ഷേ എനിക്കിത് അറിയുന്നുണ്ട്, എനിക്ക് ഈ ക്ലോക്ക് ക്ലിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ദെൻ നമ്മൾ ഹീറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളൊരു മീഡിയം ഹീറ്റിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുക. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചുമ്മാ മേളിക്കോടെ ഇങ്ങനെ ഹെയർ കോംബ് ചെയ്ത് കൊടുത്താൽ സംഭവം ആവത്തില്ല. നമ്മൾ ആദ്യം മുടി ഉണക്കണ ഒരു പേർപ്പസാണ്. സോ നമ്മൾ ഹെയർ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ കോംബ് ചെയ്താണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യം പാട്ടായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട് പോർഷൻ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട്, ക്രൗൺ പോർഷൻ മാത്രം. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് അധികം ആക്കുന്നില്ല, കാരണം എനിക്ക് ചെറിയ പേടിയുണ്ട്. നമ്മൾ സ്മൂത്തനിങ് ചെയ്തതിൻ്റെ മേളിക്കൂടെ വീണ്ടും ചെയ്യാൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ സെയിം പോലെ തന്നെ നമ്മൾ ഇപ്പുറത്തും ആദ്യം ചുമ്മാ ഒന്ന് ഹെയർ കോംബ് ചെയ്ത് കൊടുക്കുക. ദെൻ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുക. റൊട്ടേറ്റ് ചെയ്ത് അത് നമ്മുടെ തുമ്പത്ത് മാത്രം, എന്നാലാണ് ആ ഒരു കേൾസ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ഹെയർ നല്ലോണം കോംബ് ചെയ്ത് കൊടുക്കുക. കോംബ് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് ഉള്ളിൽ നിന്നും പിന്നെ ഒന്ന് പുറത്തുനിന്നും ഇങ്ങനെ ഹീറ്റ് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, കോംബ് ചെയ്ത് കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ മേളിക്കോടെ അതായത് മുകളിലേക്ക് പിടിച്ച് ചെയ്യുന്നത് കുറച്ചും കൂടെ രസമായിട്ട് കിട്ടും. പക്ഷേ നമുക്ക് കൈ കുറച്ച് കഴിയുമ്പോഴേക്കും ടയേർഡാവും, ഫറ്റീഗാവും. സോ കുറച്ചും കൂടെ നല്ലത് നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വലിക്കുമ്പോൾ ഹെയറിൻ്റെ ടെക്സ്ചർ നല്ല വേവി പോലെ കിട്ടും. പിന്നെ എൻ്റെ ഹെയർ ഓൾറെഡി ഒരു സ്ട്രെയിറ്റ് ആൻഡ് വേവി ടൈപ്പ് ആയതുകൊണ്ട് കുറച്ചും കൂടെ ഫിനിഷിങ് കിട്ടും. ബാക്കി എനിക്കൊന്ന് കുറച്ചും കൂടെ കേൾസ് ഉള്ളവർക്ക് കുറച്ചും കൂടെ ടൈം എടുത്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വലിക്കേണ്ടതായിരിക്കും നല്ലത്. സോ ഞാൻ റൊട്ടേറ്റ് ചെയ്യുക വലിക്കുക. കണ്ടോ, ലുക്ക് അറ്റ് ദിസ് ഗായ്സ്, ദ ചേഞ്ച്. ഞാൻ ആ ഫ്രണ്ട് പോർഷൻ കുറച്ച് ചെയ്യുന്നുള്ളൂ, കാരണം എനിക്കവിടെ ഹെയർ ഡ്രൈ ചെയ്യാമെന്ന് പേർപ്പസ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അത് ഞാൻ കേൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സോ അതുപോലെ തന്നെ നമുക്ക് അറിയുമല്ലോ എവിടെയാണ് നനവുള്ളതെന്ന്. ആ ഒരു സൈഡിൽ നമ്മളിതുപോലെ ഉള്ളിൽ നിന്ന് കോംബ് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ചുമ്മാ ഇങ്ങനെ ഹെയർ കോംബ് ചെയ്യണ പോലെ ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ കറക്റ്റ് ആ ടെക്സ്ചറിലേക്ക് നമുക്ക് കിട്ടുന്നുള്ളൂ. ഇതാ കണ്ടോ, ഇപ്പോൾ കുറച്ച് വേവ് ആയിട്ടില്ലേ, കണ്ടോ വ്യത്യാസം കണ്ടോ ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതായത് എനിക്ക് ഫസ്റ്റ് ടൈം ഇത് മേടിച്ചപ്പോൾ എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ പിന്നെയും ചെയ്ത് പഠിച്ചപ്പോൾ എനിക്ക് സംഭവം കിട്ടിയത്. ഞാനിതിനേക്കാളും മുമ്പ് യൂസ് ചെയ്തത് അഗാറൗണ്ട് ആയിരുന്നു. അതും നല്ലതായിരുന്നു, പക്ഷെ അത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അത് നന്നാക്കാൻ കൊടുക്കണം. ഇപ്പോൾ ഞാൻ മീ ബോൾഡിൻ്റെ
മേടിച്ചേക്കുവാണ്. നമുക്ക് ഈ ഒരു സംഭവം മാത്രം മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഹെയർ ഡ്രയറും ഉണ്ട് വേറെ, പിന്നെ സ്ട്രെയിറ്റ്നറും ഉണ്ട് 2 എണ്ണം. പക്ഷേ ഞാനിപ്പോൾ ഇത് എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ ഈ ഒരു സംഭവം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അത് ഹെയർ ഡ്രൈയിങ്ങിനായാലും പിന്നെ ഹെയർ സെറ്റിങ്ങിനായാലും ഇതന്നെ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഭയങ്കര കൺവീനിയൻ്റാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ലുക്ക് ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് എങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളിത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. അടിപൊളിയായിട്ട് ഹെയർ ഇങ്ങനെ കിടക്കും. പിന്നെ വേണമെങ്കിൽ ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് ഹെയർ സെക്യൂർ ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. സോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ആൻഡ് ബെല്ലൈക്കണും കൂടെ അമർത്തുക. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.